മീനെ പൊരിക്കാറുണ്ടോ? ഓ, മീൻ പൊരിക്കും. 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ എത്ര ദിവസം മീൻ പൊരിക്കും? ഒരു 5-6 ദിവസം. അപ്പൊ 7ാം ദിവസമൊക്കെ കരിയുമല്ലോ, അപ്പടുത്ത് കളയുമല്ലേ. ഒരു ഏത്തമ്പഴത്തിന് എത്ര വാഴയ്ക്കപ്പം പഴംപൊരി ഉണ്ടാക്കും? ഒരു 18 എണ്ണം. 18 എണ്ണം? ബ്ലൈഡ് കനത്തിലായിരിക്കും. ടിഷ്യൂ പേപ്പറിന്റെ കനത്തില്. പൈസ നീ കുറെ ഉണ്ടാക്കാൻ പോണ നോക്കിക്കോ. അല്ല, എന്താണ് നിങ്ങൾ ഈ മാറി മാറി ഹോട്ടലിൽ പോകണ എന്തിനാണ്? ഒരിടത്ത് അടങ്ങി ഒതുങ്ങുന്നൂടെ? അങ്ങനല്ല, ഓരോരോ നിൽക്കുന്നിടത്തു നിന്നൊക്കെ ഓരോ പാരിതോഷികങ്ങൾ ആയിട്ട് ആൾക്കാർ വരും. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ നടക്കും. ശ്രീകുട്ടാ, വേറെ ആളെ നോക്കിക്കോ, അല്ലാതെ രക്ഷയില്ല കേട്ടാ. എന്താണ്? വേറെ ശ്രീകുട്ടൻ വിളിച്ച ആള് ബെസ്റ്റാണെന്ന്, സൂപ്പർ ആളാണെന്ന് പറയുന്നത്. അല്ല, പറഞ്ഞോളെ കുഞ്ഞിക്ക് ഈ ബിരിയാണിയൊക്കെ ഒക്കെ അറിയോ? എൻ്റെ ബദരിങ്ങൾ പാപ്പ, എന്ത് വർത്താനാ ചോദ്യം കുട്ടികൾ ചോദിക്കണത്? നിങ്ങൾക്ക് അറിയോ? എൻ്റെ അമ്മോൻ മൊയ്തുക്ക 10,000 കല്യാണം നടത്തിയ ആളാ. ഒരു അരീക്കൂടെ ഒരു കല്യാണപ്പേരെ പോയി മൂപ്പര്. അന്ന് രാവിലെ മൂപ്പര് തലറിഞ്ഞ് വീണ്. ആകെ ഒച്ചപ്പാടും ബഹളും കല്യാണ വീട്ടിൽ. ബിരിയാണി ആരുണ്ടാക്കുക, ഭക്ഷണം ആരുണ്ടാക്കുക, ഭയങ്കര ഒച്ചപ്പാടും ബഹളും. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ വെച്ചോളാം ബിരിയാണി. ഈ പെരക്കാരെ കയ്യും കാലും പിടിച്ചേ ഞാൻ സമ്മതിപ്പിച്ച് ബിരിയാണി വെച്ച്. അതോടുകൂടി അമ്മോൻ്റെ ബിരിയാണി വെപ്പ് നിന്ന്. പിന്നെ അങ്ങോട്ടുള്ള ബിരിയാണി വെപ്പ് മൊത്തം ഞാനാണ് ചെയ്തത്. നെയ്യാറ്റിങ്ങിൽ ഇതുപോലെ ഒരുപാട് ബിരിയാണി വയ്ക്കുന്ന പാചകക്കാരുണ്ട്. ഏകദേശം എല്ലാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും അല്ലേ? എങ്ങനെ? എല്ലാ പാചകക്കാർക്കും ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും. അതങ്ങനെ ഉണ്ടാവുമല്ലോ. കുഞ്ഞിക്കാ, ഇപ്പൊ അടുക്കളയിലോട്ട് ചെല്ലേ. എന്തിനാ? ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ലോ. അവിടെ പോയി ഒന്ന് ചുറ്റി നടന്ന് കാണും, എന്തൊക്കെ സാധനം ഉണ്ടൊക്കെ നോക്ക്. ആയിക്കോട്ടെ മോനെ, അങ്ങോട്ട് വാട്ടാടാ, അടുക്കളയ്ക്ക് വാട്ടാ. കുഞ്ഞിക്ക, ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. അവിടെ ഡോർ ഓപ്പൺ അല്ല, ഞാൻ പൂട്ടിയിട്ടേക്കും. ഇതൊഴി വയ്ക്കും. ഇതൊഴി. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പറഞ്ഞൊരു പകുതി കൂടുതലും കള്ളത്തരമാണ്, തള്ളാണ്. മാമ സത്യമാണ് കേട്ടാ, പകുതി കൂടുതലും തള്ളു തന്നെ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഹോട്ടൽ മാറുന്ന മനുഷ്യനെ എന്ത് വിശ്വാസം ഇവിടെ നിർത്തും? ആ കുഞ്ഞിക്ക് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ച തവിയും കോരവും പറ്റൂലെന്ന്. ഇനിയിപ്പോൾ അതെന്തിനും എടുത്ത് കളയൂ. അതിനിപ്പം പുതിയത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി അത് തന്നെ മതി എന്ന് പറയും. നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ അല്ലാത്തൊരാൾ തന്നെയാണ്. എന്തോന്ന് ചെയ്യാണ്ടേ? പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ കാലനാണ്. ബിരിയാണിയൊക്കെ വെച്ച് തുടങ്ങിയാൽ ഇവിടെ ക്യൂ ആയിരിക്കും. എൻ്റെ ആറ്റല്ല അമ്മച്ചി. അതെന്തളിയാ? അല്ല, അമ്മച്ചി വിളിച്ചിട്ട് ഒരുപാട് നാളെ. ഇങ്ങനെയാണെങ്കിൽ എനിക്കും വിളിക്കേണ്ടി വരും. ശ്രീകുട്ടാ, അളിയ എല്ലാം കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാനല്ല. ഞാൻ ഇരിക്കല്ലേ, ധൈര്യമായിട്ടിരി. അതാണ് എൻ്റെ ധൈര്യം. ഏതാ പോണേ? ഞാൻ പോയിട്ട് വരാം. അളിയ എവിടെ പോകണം? അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. സൂക്ഷിക്കണം. രാജവമ്പാല കണ്ടവരാണ് ഞാൻ. പിന്നെ ഈ മഞ്ഞച്ചാര പോടാ അവിടുന്ന്. ആമോയി, ഇതാ മനുഷ്യനെ വട്ടെടുപ്പിക്കാൻ പോണാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകും കേട്ടോ. പോണാണോ? ഓ, പിന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്താലേ ഇന്നോഗ്രേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അറിയാല്ല? അതത്രേ ഉള്ളണ. ആണോ? പിന്നെ ഈ മരപ്പട്ടി പിടിക്കുന്ന സാധനം എവിടെ കിട്ടും? എന്തിനുണ്ടാ? ആ മറ്റേ കറുത്ത പൂച്ചയില്ലേ, അത് എന്നെ വിട്ട് പോണില്ല. എൻ്റെ പിറകെ തന്നെ നടക്കണം. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. മക്കളെ, ഇന്ന് എന്താഴ്ചയാടാ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച കരിമ്പൂച്ച. ഡേയ്, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നോ? വാ. എന്തേരണ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.